ഹലോ ഫ്രണ്ട്സ്, 6 മണിയായി, വൈകിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഇത് രാവിലെ തിരുമ്പിയതിൻ്റെ ബാക്കിയാണ്, അത് തോരടാനുള്ളതാണ്. പിന്നെ അരി ആട്ടാൻ കിടക്കുന്നുണ്ട്, ഇഡ്ഡലിക്കാണ് നാളേക്ക് ഇട്ടിക്കണേ. ഉഴുന്നതാ, എല്ലാ പണിയുണ്ട്. ഒന്നും ഒരു പണിയും കഴിയാണ്ടാണ് ഞാൻ രാവിലെ പോയത്. അതുകൊണ്ട് എല്ലാ പണിയുണ്ട്. കണ്ടോ, തുണികളൊക്കെ തോരട്ട്. ഇപ്പം എൻ്റെ തുണികൾ തോരടൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്യാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തുണികൾ തോരട്ടു. രാവിലെ തിരുമ്പിയതല്ലേന്ന് വിചാരിച്ചിട്ട് അരി ആട്ടാനിട്ടു. ആദ്യം ഉഴുന്നാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങണ്ടേ. അപ്പോൾ പാത്രം മോറാൻ ഒരു ലോഡ് പാത്രം മോറാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ട്, മീൻ നേരാക്കാനുണ്ട്. മീൻ നേരാക്കാൻ കുറച്ച് അയിലയും 1/2 കിലോ ചെമ്മീനും അങ്ങനെയാണ് വാങ്ങിയത്. 2 മരേശ്യ വാങ്ങി. അപ്പോൾ അതിന് രണ്ടൊന്നും കുറേശ്ശെ എടുത്തിട്ട് നേരാക്കാമെന്നാണ് വിചാരിച്ചത്. മുഴുവനെടുത്ത് നേരാക്കണമെങ്കിൽ എനിക്കിപ്പോൾ പറ്റില്ല. വൈകിട്ട് രാത്രി അത്രയും വഴുകില്ലേ. ഞാൻ വരാൻ തന്നെ 5:45 ഇപ്പോൾ ഞങ്ങൾ 6 മണിക്കാണ് ഇപ്പോൾ അടുക്കളയിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. മതിയായി എനിക്കെന്ന് പറയുകയാണ്. അത്രയും പണി ഉണ്ടായിരുന്നു അമ്മ. അപ്പോൾ പാത്രം മോറിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാത്രം മോറിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ തൊട്ടിയിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മീൻ നേരാക്കാനുണ്ട്. മീൻ നേരാക്കൽ കഴിഞ്ഞപ്പോൾ അരി അടുപ്പത്ത് ഇടാൻ വേണ്ടിയിട്ട് കഴുകുകയാണ്. അരി അടുപ്പത്ത് ഇട്ടിട്ട് വേണം മീനിൻ്റെ പണിയൊക്കെ തുടങ്ങാൻ. അത് അതിൻ്റെ പണിയുണ്ട്, വറക്കണം, എല്ലാം ചെയ്യണ്ടേ. ഇപ്പോൾ അടുക്കളയൊക്കെ ഒരുവിധം വൃത്തിയായിരിക്കണം. ഒരുവിധമൊക്കെ ഞാൻ വൃത്തിയാക്കി. ഇപ്പോൾ അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ചോറ്, അതാ മീൻ വറുത്തത്, മീൻ രാവിലെ സാമ്പാർ വെച്ചിരുന്നു, അച്ചാറ്, ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ വറുത്ത പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി. ഇനി മോനെ ഊണ് കഴിക്കാൻ വന്ന് വിശന്നിട്ട് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനുള്ള ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അവനെ അമ്മച്ചമ്മയുടെ അടുത്തേക്ക് തുണക്കി പറഞ്ഞയക്കാനായിട്ട്. അപ്പോൾ ചോറ് വളമ്പിക്കൊണ്ടിരിക്കുകയാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. മോനാണെച്ചാൽ വിശക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായിരുന്നു. അപ്പോൾ എന്ത് പറയണം, ഒന്നും നല്ല ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് വൈകി എണീച്ചുകൊണ്ടായിരിക്കാം, ഒന്നും കഴിഞ്ഞതുമില്ല. 8:15 പോകും വേണം. അപ്പോൾ ആ കൂടി പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വൈകിട്ട് വന്നിട്ട് 6 മണിക്ക് തുടങ്ങിയിട്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് മതിയായിരിക്കണു, അത് വേറെ കാര്യം. അങ്ങനെ അവനുള്ള ചോറ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ കഴിക്കാം. എന്തായാലും ഏട്ടൻ വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അവനുള്ള ചോറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കണ്ടോ, 8:30 മണിയായി.